എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ അവിടെ എൻ്റെ ബിസിനസ്സിനായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഒരു വാഹനം ഞാൻ ഓടിച്ചു പോകുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. ആ വാഹനത്തിൻ്റെ ചേസ് വാങ്ങി അതിൽ ബോഡി കെട്ടുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു കട പോലെ ഉള്ളിൽ റാക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വേണം അത് കെട്ടാനായിട്ട്. അങ്ങനെ കെട്ടിയുണ്ടാക്കിയൊരു വണ്ടിയാണ്. കാരണം സൗദി അറേബ്യയിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ കാർഗോ സർവീസുകൾ അല്ലെങ്കിൽ പാഴ്സൽ സർവീസുകൾ കുറവാണ്. നമുക്കിവിടെ ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ അഹമ്മദാബാദ്, ബോംബെ, വാരണാസി എവിടെ നിന്ന് വേണമെങ്കിലും പാഴ്സൽ അയച്ചാൽ നമ്മുടെ കെട്ടുകൾ ഇവിടെ സുരക്ഷിതമായി സമയത്തെത്തും. അവിടെ വലിയ വലിയ ടൗണുകളിലേക്ക് കാർഗോ സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്ഥലത്തേക്കുമില്ല. അതുകൊണ്ട് ഈ ഞാൻ ഓടിക്കുന്ന തരം വാഹനങ്ങൾ, അതിലും ചെറിയ വാഹനങ്ങളിലും മലയാളികളും ബംഗാളികളുമായ പല രാജ്യക്കാരും ഇങ്ങനെ വാഹനത്തിൽ സാധനങ്ങൾ കയറ്റി ഡെലിവറി കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ഞാനും അത് തന്നെയാണ് ചെയ്തിരുന്നത്. ഏകദേശം 10 കൊല്ലം ഞാൻ സൗദിയിലുണ്ടായിരുന്നു. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. എല്ലാ വാഹനങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. കീപ്പ് റൈറ്റ്, വലതുവശം ചേർന്ന് പോകണം. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഈ പറഞ്ഞ 10 വർഷവും ഓടി ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ ഓടിക്കുന്ന രംഗം എനിക്കൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വാഹനത്തിൽ കയറ്റി എടുത്തൊരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചത്. ഞാൻ റിയാദിലായിരുന്നപ്പോൾ, സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. നമ്മൾ വലതുവശം ചേർന്ന് ഓടിക്കുന്നു. നമ്മളെ ഓവർടേക്ക് ചെയ്യേണ്ടവർ നമ്മുടെ ഇടത് ഭാഗത്തൂടെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നു. ഇടത് ഭാഗത്ത് സ്റ്റിയറിംഗ് ഉള്ള വണ്ടി, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ നമ്മൾ വലതുവശം ചേർത്ത് ഓടിക്കുമ്പോൾ അവർക്ക് ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യാം. അതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവുള്ള നാട്ടിലെ നിയമം. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എൻ്റെ വാഹനത്തെ ഇടതുവശത്തൂടെയാണ് എല്ലാ വാഹനങ്ങളും ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. നമ്മൾ വളരെ സുഗമമായി ഈ സ്ലോ ട്രാക്കിൽ നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാൾ സ്പീഡുള്ള ഓരോ വാഹനവും നമ്മളെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് യാതൊരു ശല്യവുമില്ല. ഇത് തന്നെ ഇന്ത്യയിലും വരണം. നമ്മൾ ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് ഇതുപോലെ വലിയ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് ഓടുക, ഇടതുവശം ചേർന്ന് ഓടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മളെ വലത് ഭാഗത്തോടെ ഓവർടേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ കടന്നു പോകാൻ കഴിയും. അപ്പോൾ നമുക്ക് സമയം ലാഭം ഒരുപാട് കിട്ടും. ഇത് 2 ട്രാക്കിലും ലോറികൾ അല്ലെങ്കിൽ വലതേ ഭാഗത്ത് ലോറി നിൽക്കുമ്പോൾ നമ്മൾ നിയമവിരുദ്ധമായി ഇടത് ഭാഗത്തുകൂടി, സൗദിയിലെ അതേമാതിരി തന്നെ നമ്മൾ ഇവിടെയും ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യുന്നു. പലപ്പോഴും ഇന്ത്യയിൽ വാഹനം ഓടിക്കുമ്പോൾ എനിക്കിത് സൗദിയാണോ ഇന്ത്യയാണോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം വാഹനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് ഇടത് ഭാഗത്തൂടെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ സേലം കഴിഞ്ഞുള്ള ഒരു ദൃശ്യം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കി കാണുക. സൗദി അറേബ്യയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അത് റിയാദ് സിറ്റിക്ക് തൊട്ട് പുറത്തേക്ക് വാഹനം എത്തിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. റിയാദ് ബത്തയിൽ നിന്ന് ദാരൽ ബൈദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളെല്ലാം ഇടതുവശത്തൂടെ ഓടേണ്ട വാഹനങ്ങൾ വലതുവശത്തൂടെ ഓടുന്നു, അല്ലെങ്കിൽ വലതുവശത്തുകൂടി വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. സൗദി അറേബ്യയിൽ അത് നിയമമാണ്. വലതുഭാഗം ചേർന്ന് വലതുഭാഗത്താണ് സ്ലോ ട്രാക്ക്, അവിടെ ഓടുന്ന വാഹനത്തെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നു. ഇവിടെ ഇടതുവശത്തൂടെ ഓടുന്ന വണ്ടി, ഇടതുവശത്തെ സ്ലോ ട്രാക്കിൽ ഓടേണ്ട വണ്ടിയെ വലതുഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നതിന് പകരം വാഹനങ്ങളെല്ലാം ഫാസ്റ്റ് ട്രാക്കിൽ ഓടുന്നു. ഇവിടെയും ഓവർടേക്കിംഗ് ലെഫ്റ്റിലാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്തും ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടതാണ്. ചില സമയം ഇന്ത്യയിലാണോ സൗദിയിലാണോ എന്നൊരു സംശയം തോന്നിപ്പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കൂടി ഒന്ന് കാണുക. ഇത് ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ബാംഗ്ലൂരിലേക്ക് പാലക്കാട് വഴി സേലം വഴി പോകുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് വലത് ഭാഗത്തൂടെ പോകുന്ന വണ്ടി എനിക്ക് ഇടത് ഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നു. വലിയ ടാങ്കറുകളടക്കം. ഇവരെവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചതാണ്? ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തത്? എന്ത് നിയമം പറഞ്ഞിട്ടാണ് ഇവർ വാഹനം ഓടിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. ഇടതുവശത്തൂടെ ഏതാനും വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നല്ലാതെ ഈ വാഹനങ്ങൾ ആരും ഇതുണ്ട്. ഇപ്പോൾ 1, 2, 3 വാഹനങ്ങൾ അത് അദൃശ്യമായി അവർ ലെഫ്റ്റ് സൈഡിൽ പെട്ടതുകൊണ്ടാണ്, അല്ലാതെ അവർ നിയമം പാലിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ
ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലാത്ത ഏത് വാഹനം നോക്കിയാലും ഇത് എത്ര ലോഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ വലതുഭാഗം ചേർന്നാണ് പോകുന്നത്. ഇടതുവശത്ത് എന്തെങ്കിലും പൊക്കം കുറഞ്ഞ മരങ്ങളോ എന്തെങ്കിലും അപകടമുണ്ട്, ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം മരത്തിൻ്റെ കൊമ്പിലോ വല്ല ഇലക്ട്രിക്കൽ ലൈനിലോ തട്ടുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വലത്തോട്ട് മാറ്റി ഓടിക്കാവുന്നതുള്ളൂ കുറച്ച് സമയമൊക്കെ. എന്നാലും ആ പ്രശ്നം കഴിയുമ്പോൾ അവർ ലെഫ്റ്റിലേക്ക് പോകേണ്ടതാണ്. ഇത് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഇത്രയും റോഡ് ഫ്രീ കിടക്കുകയാണ്. മറിഞ്ഞ് കൊക്കയിലേക്ക് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഓടിച്ച് മണ്ണിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി താഴെ പോകുമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. ഇത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഇത് ഇവിടുത്തെ പോലീസിൻ്റെ അറിവില്ലായ്മതയാണ്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു നല്ല പോലീസുകാരൻ വിചാരിച്ചാൽ മതി. തമിഴ്നാട്ടിൽ ഇവരുടെ ഹൈവേ പോലീസുകാർ എല്ലാ ദിവസവും വീഡിയോ ഗെയിമും കണ്ട് സുമോയുടെ ബോണറ്റെ കൈയും കുത്തി നിൽക്കുന്ന നമുക്ക് കാണാം. വഴിയിലിറങ്ങി 2 പ്രാവശ്യം അനൗൺസ് ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. നമ്മൾ ബാംഗ്ലൂർ ടു അല്ലെങ്കിൽ അങ്കമാലി അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഏതാണ്ട് 950 രൂപയോളം നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട്. ആ ടോൾ കൂടെ കൊടുത്തിട്ട് പോകുന്ന നമ്മളാണ് ഈ ലോറിയുടെ പുറകിൽ നിന്ന് 6 മണിക്കൂറോ 7 മണിക്കൂറോ കൊണ്ട് ഓടിയെത്തേണ്ട സമയം 10 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നത്. ടോൾ കൊടുക്കുന്നുണ്ട് എന്ത് പ്രയോജനമാണ്? ഇന്ത്യയിൽ ഈ റോഡ് ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനമാണ്? ഞാനിതിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പനവേൽ കന്യാകുമാരി എന്നെന്തോ പറഞ്ഞിട്ടൊരു റോഡ് റെഡിയാവുന്നുണ്ട്. അത് വരുമ്പോഴേക്കെങ്കിലും ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ആർക്കും ഒരു പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ഇവരെ ബോധവാന്മാരാക്കി എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ 1000 പേര് കണ്ടോ 2000 പേര് കണ്ടതുകൊണ്ടൊന്നും ഇവർ നന്നാകാൻ പോകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അധികാരികളുടെ മുമ്പിൽ എത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കാണുന്നവരിൽ എന്തെങ്കിലും ഇതിനുമായിട്ട് അടുപ്പമുള്ളവർ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്നവർ അതിനെങ്കിലും ശ്രമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യും.